എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതിയൊരു ഇൻട്രോ ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും വ്യത്യാസമായിട്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടതാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറഞ്ഞോളൂ, നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത്, അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് വീഡിയോയിലൊക്കെ ആണെങ്കിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ആണെങ്കിൽ തീരെ കടുപ്പം കുറഞ്ഞ് മധുരയില്ലാത്തൊരു ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഉച്ചയൂണിൻ്റെ റെസിപ്പീസാണ്. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആണെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ആർക്ക് വേണേലും നമുക്ക് റെഡിയാക്കി എടുക്കാം. തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അന്നോട്ട് ടേസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ അരിയാണെങ്കിൽ കഴുകിയിട്ട് ഞാനിവിടെ കുക്കറിലാണ് ചോറൊക്കെ വേവിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്കൊക്കെ അറിയാം, ഞങ്ങളിവിടെ ചോറ് റെഡിയാക്കുന്നത് കുക്കറിലാണ്. അപ്പം അരി നന്നായിട്ട് കഴുകിയൊക്കെ ഇഷ്ടംപോലെ നല്ല അഴുക്കൊന്നും കണ്ടോ, കുറേ നന്നായിട്ട് കഴുകിയെടുത്താലേ ഇതിൻ്റെ അഴുക്കൊക്കെ മാറത്തുള്ളൂ. അതുപോലെ നന്നായിട്ട് കഴുകിയൊക്കെ എടുത്ത് പിന്നെ അത് കുക്കറിലാണെങ്കിൽ നമ്മൾ അരിയാണെങ്കിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാവയ്ക്ക എനിക്ക് പണ്ടാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു വെജിറ്റബിളായിരുന്നു. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ്. പാവയ്ക്കയാണെങ്കിൽ തോരനോ അല്ലെങ്കിൽ മെഴുക്കുവരട്ടിയോ, പാവയ്ക്ക തീയലോ, പാവയ്ക്കയാണെങ്കിൽ പുളിങ്കറിയോ ഇങ്ങനെ വെച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പാവയ്ക്ക മാത്രം കൂട്ടി ചോറുണ്ണാനാണെങ്കിലും ഇഷ്ടമാണ്. നമ്മൾ ഓരോ സമയങ്ങൾ കഴിയുമ്പോഴും നമുക്ക് ഇഷ്ടങ്ങളൊക്കെ മാറി മാറി വരുമെന്ന് പറയുന്നത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ശരിക്കും ഇതിലാണെങ്കിൽ പച്ചമുളകും ഉപ്പും മാത്രം ഇട്ടിട്ട് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മെഴുക്ക് പുരട്ടിയായിട്ട് എടുക്കുവാണ്. അപ്പം നമ്മളിവിടെ തോരനാണെങ്കിൽ വെക്കുന്ന അങ്ങനെ കുറവാണ്. പാവയ്ക്ക വെച്ചിട്ടോ ഒന്ന് തീയലായിട്ടോ അല്ലെങ്കിൽ പുളിങ്കറി ഉണ്ടല്ലോ, പുളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ പുളിങ്കറിയായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മെഴുക്ക് പുരട്ടിയായിട്ട് വെക്കാനാണ് പതിവ്. അത് കഴിഞ്ഞ് ഇതിപ്പോൾ നമ്മൾ കടല റോസ്റ്റ് ചെയ്യാനാണെങ്കിൽ പോവാണ്. ഇപ്പോൾ കടലയാണെങ്കിൽ ഓൾറെഡി ഞാൻ കുക്കറിൽ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് സവാള ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ അരിഞ്ഞെടുത്ത സവാള ഫുള്ള് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് കാണാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒന്ന് വഴറ്റിയൊക്കെ എടുത്ത് പെട്ടെന്ന് നമുക്ക് ഈ കടല വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റോസ്റ്റൊക്കെ ചെയ്യാനാണെങ്കിൽ വളരെ എളുപ്പമാട്ടോ. ഒരു നോൺ വെജ് ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കടലൊക്കെ ആണെങ്കിൽ റോസ്റ്റ് ചെയ്ത് വെക്കാൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഒരു തക്കാളി അപ്പം കുറച്ച് മേടിച്ച് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അഴുക്കായി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ഫ്രീസറിലെടുത്ത് വെക്കും. അങ്ങനെ ഫ്രീസറിലെടുത്ത് വെച്ചിട്ടാണ് തക്കാളിയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ആണെങ്കിൽ പുറത്തെ ആണെങ്കിൽ ആ ഒരു സ്കിന്നൊക്കെ ആണെങ്കിൽ കളയും. കാരണം ഈ ഒരു ഫ്രീസറിൽ വെക്കുന്ന തക്കാളി നമുക്കാണെങ്കിൽ സലാഡിനോ അങ്ങനെയൊന്നും ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് അത്ര കൊള്ളത്തില്ല. കാരണം കറികൾക്കും ഒക്കെ ആണെങ്കിൽ ഇടാനായിട്ട് നല്ലതുമാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് 2-3 പച്ചമുളകും ഈ സവാളയൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ആണെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് അതുകൊണ്ട് നന്നായിട്ടാണെങ്കിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ആണെങ്കിൽ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് പൊടികളൊക്കെ ഇടണം. പൊടികളാണെങ്കിൽ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയുമാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതുകൂടി ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കടലയൂടി ഇട്ട് കൊടുക്കും. ആ കടലയിലുണ്ടായിരുന്ന വെള്ളമാണ്, ആ വേവിച്ച വെള്ളമുണ്ടല്ലോ, ആ വെള്ളം കൂടെ ആണെങ്കിൽ ചേർത്ത് കൊടുത്ത്, വേറെ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇറക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആണെങ്കിൽ ആ വെള്ളം വറ്റി ആ എണ്ണ തെളിയുന്ന വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. കടല റോസ്റ്റ് കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് അതിൻ്റെ എണ്ണ തെളിയുന്ന വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സവാള നേരത്തെ ആണെങ്കിൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ആ ഒരു കടലയിലോട്ട് ആ സവാള നമ്മൾ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സവാളയാണെങ്കിൽ നമുക്ക് ഒരുപാട് വഴണ്ട് പോകത്തില്ല. നമ്മൾ ഈ ബീഫ് റോസ്റ്റിലൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് ആണെങ്കിൽ കുറച്ച് സവാളയൊക്കെ ആണെങ്കിൽ നമ്മൾ അരിഞ്ഞിട്ട് കഴിയുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റിൽ എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ
കടല റോസ്റ്റൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മോരുകറിയുടെ വെച്ചാലോ. അത് മെഴുക്കുവരട്ടി ആയിട്ടുണ്ട്, കടല റോസ്റ്റും ആയിട്ടുണ്ട്, ചോറും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ മോരുകറി ആണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. നേരത്തെ ഞാൻ ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി, വീഡിയോസ് കാണാം കേട്ടോ. ഇതാണെങ്കിൽ നമ്മൾ മുളകൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് അരിയോ ഒന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് എല്ലാം കൂടെ അരച്ചെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന മോരുകറിയാണ്. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പം ഇവർ ഓരോരോ ഇങ്ങനെ മുളക് എടുത്ത് മാറ്റി വെക്കുന്നു, ഉള്ളി എടുത്ത് മാറ്റി വെക്കുന്നു, അങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് പെട്ടെന്നാണെങ്കിൽ അവർക്കൊക്കെ ആണെങ്കിലും ചോറിൻ്റെ കൂടെയൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കാനൊക്കെ നല്ലൊരു റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് പിന്നെ അരച്ച് വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ വറ്റൽമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വറ്റൽമുളകും ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ജീരകം, ചെറിയ ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ഇത്രയും കൂടാണെങ്കിൽ ഇട്ടിട്ട്, കായപ്പൊടി ഇപ്പോൾ ഇട്ടിട്ടില്ലായിരുന്നു, ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നരച്ചെടുത്തതാണ്. അത് നമ്മളാണെങ്കിൽ ഈ എണ്ണയിലോട്ടിട്ട് കുറച്ചാണെങ്കിൽ ആ ഒരു വെള്ളം കൂടാണെങ്കിൽ ഒഴിച്ചിട്ടാണെങ്കിൽ നമ്മൾ ആ ഒരു ജാറൊക്കെ കുലുക്കിയെടുത്ത് ഇതിലൊഴിച്ച് പിന്നെ നമ്മൾ ഇതൊന്ന് ഇളക്കി എടുത്തിട്ട് ആ ഒരു എണ്ണ തെളിയുന്നിടം വരെയാണെങ്കിൽ അത് നടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് എടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച ചുവ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോരൊക്കെ ഒഴിച്ച് കൊടുക്കും, ഉപ്പ് ആവശ്യത്തിന് ഇടും, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും കൂടി ഇടും. അപ്പോൾ നമ്മുടെ മോരുകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി. വറ്റൽമുളകാണെങ്കിൽ ഇവിടുത്തെ വറ്റൽമുളക് നല്ല രീതിയിൽ വരും, അപ്പോൾ നമ്മൾ കുറച്ച് ഇടാവും. അപ്പോൾ നമ്മൾ നിങ്ങളുടെ കയ്യിലുള്ള വറ്റൽമുളകിൻ്റെ എരിവിനനുസരിച്ചുള്ള എണ്ണം, വറ്റൽമുളക് ഇല്ലെങ്കിൽ മുളക് പൊടി ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാം ഈസി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറന്നുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.